പിന്നെ ഞാനിപ്പം ഇരുമുടിയായിട്ട് ശബരിമലയിലേക്ക് പോകുന്നത് എൻ്റെ മോന് നീതി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മകൻ തൃശ്ശൂർ ജില്ലയിലെ വെട്ടിക്കാട്ടിരി SNLP സ്കൂളിൽ മഴ പെയ്ത് ചോർന്നൊലിച്ച ക്ലാസ് റൂമിൽ വഴുക്കി വീണിട്ട് വീഴ്ചയിൽ സ്പോട്ടിൽ 2 പല്ല് നഷ്ടപ്പെട്ടു. 4 പല്ലുകൾ പകുതിയായിട്ട് പൊട്ടിപ്പോവുകയും ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും ഞാനവിടെ എടുത്ത് അന്വേഷിച്ച് എനിക്ക് മനസ്സിലായപ്പം നല്ല അപകടമാണ് കുട്ടിക്ക് നടത്തുന്നതെന്ന് മനസ്സിലായി. ഈ കാര്യം ഞാൻ HMനെ പറഞ്ഞു, HMൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിത് സ്റ്റേഷനിലും ചാനലുകാരെയൊക്കെ അറിയിക്കുമെന്ന് പറഞ്ഞപ്പോൾ HM പറഞ്ഞത് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് സാറേ, 8-10 ടീച്ചർമാരുടെ ജോലിയാണ്, അത് ഇല്ലാണ്ടാക്കരുത്, മേലെ നിന്ന് നടപടി വന്നു കഴിഞ്ഞാൽ സ്കൂൾ അടച്ചിടേണ്ടി വരും എന്ന് പറഞ്ഞു. എന്നാൽ ഇതിന് വേണ്ടുന്ന സൊല്യൂഷൻ എന്താ വെച്ചാൽ ചെയ്തു തരണം, ഇത് ഇവിടെ വെച്ച് നടന്ന അപകടം ആയതുകൊണ്ടെന്ന് പറഞ്ഞു. കാരണം സ്കൂൾ തുറന്നിട്ട് ജൂൺ 11-ാം തീയതി ആയിട്ടാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. പക്ഷേ ടീച്ചർ പറയുന്നത് അങ്ങനെ ഒരു റൂം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ സ്കൂൾ തുറന്ന് ജൂൺ 11-ാം തീയതി ആയിട്ടും ഇങ്ങനെയൊരു റൂം ആ HMൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ HM ആ ഓഫീസ് റൂമിലേക്ക് എല്ലാ ദിവസവും വരുന്നു, തിരിച്ചു വീട്ടിലേക്ക് പോകുന്നു എന്നുള്ള അവസ്ഥ മാത്രമാണ്. ഇതും മാത്രമല്ല, അവിടെ 2 ആയമാരുണ്ട്, 16 ടീച്ചർമാരുണ്ട്. അപ്പോൾ ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് പോലും ഇത്രയും ശോചനീയമായി കിടക്കുന്ന ഒരു റൂം അവിടെ കുട്ടികൾ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബ്ലോക്ക് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു കാര്യങ്ങൾ അവിടെ നടത്താത്തത് കൊണ്ടാണ് ഇന്ന് എൻ്റെ കുട്ടിക്ക് ഇത് അപകടം സംഭവിച്ചു. പക്ഷേ മറ്റൊരു കുട്ടിക്ക് അത് സംഭവിക്കുമായിരുന്നു. സംഭവിക്കാതിരിക്കട്ടെ. ഇത്രയും ടീച്ചർമാരും ഇത്രയും HMും എല്ലാവരും ഉണ്ടായിട്ട് ഈ കുട്ടിക്ക് ഈ ഗതി വന്നു. പിന്നെ അവിടെയുള്ള മാനേജർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു സർക്കാർ സ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലർക്കാണ്. അതുകൊണ്ടൊരു മാനേജർ എന്നും അവിടെ ഉണ്ടാവണമെന്നല്ല പറയുന്നത്. പക്ഷേ അവരുടെയൊക്കെ ശ്രദ്ധക്കുറവ് മൂലമാണ് ഇത്രയും വലിയൊരു അപകടം നടന്നിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ അവിടെ 50 വർഷം പഴക്കമുള്ളൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൽ പൊതുവേ എല്ലാ സ്കൂളുകളും LKG UKG നടക്കുന്നുണ്ട്. പക്ഷേ സർക്കാരിൻ്റെതായ യാതൊരു അനുമതി ഇല്ലാതെയാണ് നടക്കുന്നത്. അതുകൊണ്ട് എനിക്കൊന്ന് പറയാനുള്ളത്, ഈ 50 വർഷം പഴക്കമുള്ള ബിൽഡിങ്ങിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ബിൽഡിംഗ് എന്ന് വെച്ചാൽ ഈ ജനുവരി 4-ാം തീയതി വരെയും ആ ബിൽഡിങ്ങിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല. വർഷങ്ങളായിട്ട് അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല. ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഈ ബിൽഡിങ്ങിലേക്കാണ് LKG UKG പഠിക്കുന്ന 3-4 വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ ടോയ്ലറ്റ് ബാത്റൂമുകളിൽ അവരുടെ പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്നത്. ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ ഇല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ പുതിയതായിട്ട് പണി കഴിപ്പിച്ചതാണ് ഈ ബാത്റൂമും ടോയ്ലറ്റും. അപ്പോൾ എനിക്ക് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഏത് സ്കൂളുകളായിക്കോട്ടെ LKG UKG നടത്താൻ ഇനി മുതൽ സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ LKG UKG ഒരു സ്കൂളിൽ നടത്താൻ അനുവദിക്കരുത്. കാരണം കുട്ടികളുടെ അവരുടെ സംരക്ഷണം ഡേ കെയർ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ കിട്ടുന്നൊരു സംരക്ഷണം സ്കൂളുകളിൽ കിട്ടുമെന്ന് ഉറപ്പുവരുത്തണം. എങ്കിൽ മാത്രമാണ് ഇത് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇന്ന് എൻ്റെ കുട്ടിക്ക് വന്ന ഗതി നാളെ ഒരു കുട്ടിക്കും ഉണ്ടാകാൻ പാടില്ല. പിന്നെ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് കാരണം ഇതിൻ്റെ ഏറ്റവും ഇതിൻ്റെ ഇത് വന്നു തുടങ്ങിയെന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിന് വലിയൊരു തുക ചിലവാകും എന്ന് കണ്ടപ്പോഴാണ് ട്രീറ്റ്മെൻറ്റിൽ നിന്നും അവർ പിന്മാറിയത്. കൂടാതെ എന്നെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ പറഞ്ഞ് പേരൻസിൻ്റെ മുന്നിലും സ്കൂൾ ഗ്രൂപ്പിലും ഒക്കെ അതുപോലെ നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ, ഞാൻ 20,000 രൂപയുടെ ട്രീറ്റ്മെൻറ്റിന് 1,71,500 രൂപയുടെ ബില്ല് കൊണ്ടുപോയിട്ട് അന്നത് തന്നില്ലെങ്കിൽ 50 ലക്ഷം രൂപ എനിക്ക് നഷ്ടപരിഹാരം തരേണ്ടി വരും എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. ഞാൻ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ചോദിച്ചിട്ടില്ല, ഇങ്ങനൊരു ബില്ല് കൊണ്ടുപോയിട്ടില്ല. ഡോക്ടറാണ് ഡയറക്റ്റ് അവിടെ പഠിപ്പിക്കുന്ന ഒരു LKG ടീച്ചർക്ക് ഈ ബില്ല് കൊടുത്തിട്ടുള്ളത്. എനിക്ക് വേറൊരു ബില്ലാണ് തന്നിട്ടുള്ളത്. ടീച്ചർക്ക് കൊടുത്ത ആ ബില്ല് കയ്യിൽ പൊക്കി പിടിച്ചിട്ടാണ് പറഞ്ഞത് ഞാൻ കൊണ്ടുപോയ ബില്ലാണെന്നുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് SNLP സ്കൂളിലെ രക്ഷിതാക്കളോട്, എല്ലാ രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക.